ഞാൻ നല്ല കാലിബറുള്ള ഒരാളാണ് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട് അല്ലേ? സംടൈംസ്. പക്ഷെ അതിലേക്ക് നമ്മൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും തോന്നുന്നുണ്ട്. അത് എന്തെങ്കിലും റീസൺ ഉള്ളതായിട്ട് തോന്നുന്നു? എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വലിയ മീഡിയ, അതായത് സിനിമ എന്ന് പറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമുക്കൊരു റെഫറൻസ് ഉണ്ട്, നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലും ഈസി ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക, പിന്നെ നമ്മളിപ്പം സിനിമയിലുള്ളിലുള്ള ആൾക്കാരെ തന്നെ നെറ്റ്വർക്ക് ഉണ്ടാക്കി അവരെ ഡെയിലി കോണ്ടാക്ട് ചെയ്യുക. ലൈക്ക് അങ്ങനെ ഉണ്ടാവുമ്പോഴേ ഇപ്പൊ അവർക്കും ഒരു ക്യാരക്ടർ വരുമ്പം ഇന്ന ക്യാരക്ടർ ഈ കുട്ടിക്ക് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് തരാനാണെങ്കിലും നമുക്ക് ആ ഒരു സംഭവം വേണം. അപ്പൊ അത് കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്തിട്ട് എടുക്കണം. അതായത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കുക. അതിന്റെ ഒരു ലിമിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ലൈക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണം, കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യണം, നല്ല നല്ല ഒരുപാട് സംഭവങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ ഒരു സ്ട്രാറ്റജി ആദ്യം നമുക്ക് കിട്ടിയില്ല. അതെ, ഫസ്റ്റ് മൂവി ഇറങ്ങിയ ശേഷം നമ്മളിങ്ങനെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചില്ല. ഇല്ല, ഞാൻ ഫസ്റ്റ് മൂവി ചെയ്യണത് ഡ്യൂറിങ് സ്റ്റഡി ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് വലിയ ബോധമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ഭയങ്കര പാഷനേറ്റ് ആണ്. എന്നുവെച്ചാൽ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ സിനിമയൊക്കെ കാണുമ്പം വീട്ടിൽ ഞാൻ പറയും, അമ്മ എനിക്ക് ഇതുപോലെ ഈ ടിവിയിൽ ഇങ്ങനെ വരണം. അപ്പൊ അവര് ചിരിച്ചു തള്ളും, ഇവൾക്ക് ഈ ഒരു ഞാൻ ആ സമയത്ത് നമ്മുടെ ബേബി ശ്യാമിലി ശാലിനിയുടെ ഒക്കെ പടങ്ങളൊക്കെ കാണുമ്പം അപ്പൊ ഞാനിങ്ങനെ ഇതുപോലെ എനിക്കും വരണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം പറയുമ്പോ അവര് ചിരിച്ചു തള്ളും. കാരണം വീട്ടില് ഫാമിലിക്ക് യാതൊരു കണക്ഷനും ഇല്ല മൂവിയായിട്ടൊന്നും. അപ്പൊ അവിടെ വേറെ വഴിയില്ല വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ് സിനിമയിലേക്ക് എത്തണം. പക്ഷെ എങ്ങനെ എത്തും, എപ്പോ എത്തും എന്നൊന്നും അറിയില്ലായിരുന്നു, ഏത് വഴിക്ക് വരും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ബിലീവ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് സ്ട്രോങ് കുറച്ച് ആഗ്രഹങ്ങള്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താല് നമ്മളെ ഓട്ടോമാറ്റിക്കലി ഒരു ശക്തി അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അത്രയും ആഗ്രഹവും നമ്മൾ അതിലേക്ക് ഹാർഡ് വർക്കും ചെയ്യുകയാണെങ്കിൽ. എന്റെ ലൈഫ് അങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത്. ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ പാഷൻ ഡിസൈർ പറയുമ്പോൾ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടോ അച്ഛൻ? അച്ഛന് ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് മോഹൻലാലിന്റെ ഏതൊക്കെയോ പടം, അച്ഛൻ്റെ നാട് പാലക്കാടാ, വിഷ്ണു ലോകം, ആ സിനിമേന്റെ ഷൂട്ടൊക്കെ കാണാൻ വേണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ പോയി നിന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയോ സീക്വൻസിലൊക്കെ അച്ഛന്റെ ഫേസ് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛന് പക്ഷെ മൂപ്പര് ഇങ്ങനെ പുറത്തേക്ക് വലിയ എനിക്ക് നടനാവണം അങ്ങനെയൊന്നുമില്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അതിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഞാൻ അങ്ങനെ പറയുമ്പോൾ ഡിസ്കറേജ് അച്ഛനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് അന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത്, അമ്മയ്ക്ക് ആഗ്രഹം ലൈക്ക് ഒരു ഗവൺമെന്റ് എംപ്ലോയി, ടീച്ചർ, അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അങ്ങനൊക്കെ ഒരു ജോബിൽ ഇരിക്കണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസിക്കൽ ഡാൻസ് കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച് ആ ഒരു അങ്ങനെ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മേന്റെ എല്ലാ പ്ലാനും നല്ല ഭംഗിയായിട്ട് ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പറയും, കാരണം നമ്മള് ഇപ്പൊ സിനിമയാകുമ്പോ നമുക്ക് എല്ലാരും പറയുന്ന പോലെ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടണമെന്നില്ല. സ്റ്റിക്ക് ഓൺ ചിലപ്പം ചെയ്യാൻ പറ്റും, ചിലര് രക്ഷപ്പെടും, ചിലര് പകുതി വഴിക്ക് വെച്ച് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേജ് ആണല്ലോ. ജോബ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല, സെക്യൂർ ആണ്. അമ്മ നമ്മള് സെക്യൂർ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, ഡിസ്കറേജ് ചെയ്തിട്ടില്ല ഇടയ്ക്കെങ്കിലും. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞ വഴിക്ക് എന്തായാലും വരില്ല. സോ പിന്നെ അവര് സപ്പോർട്ട് ചെയ്യാതെ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പൊ ഷൂട്ടിനൊക്കെ അധികം അമ്മ തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ചിലപ്പോ അച്ഛൻ വരും. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെയും നമ്മുടെ കുടുംബക്കാര് ഒക്കെ പറയായിരുന്നു, എന്തിനാ വെറുതെ സിനിമ എന്നൊക്കെ പറഞ്ഞു, വേണ്ട അതൊന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിലേറ്റീവ്സിൽ ആരാണ്? ഫാമിലിന്ന് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടൊന്നും, ഞാൻ തന്നെയാണ് എന്റെ സപ്പോർട്ട്. അങ്ങനെ ഫാമിലി, പിന്നെ ഫ്രണ്ട്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നെ അറിയുന്ന, എന്റെ പാഷൻ അറിയുന്ന ഫ്രണ്ട്സ് തന്നെ ഇപ്പോഴും സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെന്തറിഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ കാണുമ്പോ ഇപ്പൊ ഈ നമ്മുടെ ബ്ലൈൻഡ് വീഡിയോ ചെയ്തില്ലേ, അപ്പൊ പറയും ഷാമിലി ഭയങ്കര നന്നായിട്ടുണ്ട്, നിന്റെ ടാലന്റ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും, ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ ശരിക്കും. താനൂര. പക്ഷെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവരും എന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. ഫാമിലിന്ന് അങ്ങനെ വലിയ മോട്ടിവേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ചിലപ്പോ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടുപോകാന്നുള്ളത് ചിലപ്പോ ലൈക്ക് ചെയ്യാൻ വരെ അവര് മറന്നു പോകും. അങ്ങനെ
മൂവിയിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ് ഉള്ളത്? സുരാജേട്ടനുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്, ഇടയ്ക്ക് വിളിക്കും, വിവരങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു 1 month ബിഫോർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? അപ്പോ എന്നോട് അന്ന് ഞാൻ വിളിക്കുമ്പോൾ തമിഴ് മൂവിയുടെ സെറ്റിലാണ്, ഏതോ തമിഴ് ചെയ്യാണ്, മലയാളം തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അഗൈൻ വിളിച്ചപ്പോൾ പുള്ളിനെ കിട്ടിയില്ല, മാനേജർ എങ്ങാനായിരുന്നു എടുത്തിട്ടുണ്ടായത്. പിന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഞാൻ അതങ്ങനെ വിട്ടു. പറഞ്ഞ പോലെ എനിക്ക് ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരാളെങ്ങനെ നമ്മൾ വിളിച്ച് എനിക്കൊരു വിഷയമുണ്ടോ അങ്ങനെ പറയാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ബ്ലൈൻഡ് ലവ് വീഡിയോ അയച്ചു കൊടുത്തു. ഞാൻ എന്നോട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോസും ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നൈസാന്ന് പറഞ്ഞ ഇതൊക്കെ ഇട്ടു. പക്ഷെ പറഞ്ഞ പോലെ എല്ലാരും തിരക്കാണ്. ഇപ്പം സുരാജേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിട്ടുള്ള ഒരു ആക്ടറായല്ലോ. സോ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മള് നമ്മുടെ രീതിയിൽ ട്രൈ ചെയ്യാം. ആൽബം ചെയ്തതിന് ശേഷം പിന്നെ ഏതെങ്കിലും കോൾ വന്നിട്ടുണ്ടോ? ആൽബം തന്നെ ചെയ്യാനോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു വേറെ റീല് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇല്ല, റീൽസ് അങ്ങനെ പിന്നെ കൊളാബറേഷൻ അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാണ്ട് തീം വൈസ് എനിക്ക് വന്നിട്ടില്ല. നാട്ടുമ്പുറത്തൊക്കെ നമ്മള് സിനിമയൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ആളുകൾ ഒരു സിനിമാക്കാരി വന്ന് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്താണ് ഒരു തോട്ട് പ്രോസസ് ഉള്ളത്? സത്യം പറഞ്ഞാ ചെറുപ്പത്തില് സിനിമാ നടി, നമ്മളവിടുത്തെ സിനിമാക്കാരി എന്നൊക്കെ പറയുമ്പോ എനിക്ക് നല്ല ദേഷ്യം വരും. അപ്പൊ നമുക്ക് എക്സാക്ട്ലി കളിയാക്കാന്നുള്ളൊരു ഫീല് വരുമല്ലോ. അപ്പൊ എനിക്ക് നല്ല ദേഷ്യം വരും. ഞാൻ ചിലപ്പോ അവരെ കണ്ട പിന്നെ മൈൻഡ് ചെയ്യില്ല, മുഖമൊക്കെ തിരിച്ച് അങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്തു, പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മൾ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാനതിപ്പോ മൈൻഡ് ചെയ്യാറില്ല. കുറെ കാര്യങ്ങളൊന്നും ഞാനിപ്പോ മൈൻഡ് ചെയ്യാറില്ല. ഹാർഡ് വർക്ക് ചെയ്യാ എന്റെ രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഡാൻസ് പ്രാക്ടീസ് ഇപ്പൊ കുറച്ചായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും, ഒരു 5-6 വർഷമായിട്ട് ഇല്ല. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താ ഉള്ളത്? എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഡെയിലി യോഗ ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ വർക്ക്ഔട്ട് ഉണ്ട്, ജിം വർക്ക്ഔട്ട് ഉണ്ട്. ഇപ്പം ഇടയിലൊന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ എനിക്ക് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത് ഒരു ഫാക്ടർ ആണല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അപ്പൊ ലൈഫിൽ ഇപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് കൂടെ കടന്നു പോകണം ചാമ്പി. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ട്. ഈ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ഡേഞ്ചർ സോണുകൾ തിരിച്ചറിയാനുള്ള ഹിന്റുകൾ കിട്ടാം സംടൈംസ് കിട്ടാറുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ അത്രത്തോളം വലിയ രീതിയിൽ റിയലൈസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും അമ്മ എന്നോട് പറയാറുണ്ട്, നിനക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, നല്ല ഒരാളാണോ ചീത്തയാണോ എന്ന് എനിക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നല്ല പണി കിട്ടിയതിനു ശേഷമായിരിക്കും എനിക്ക് മനസ്സിലാവും, ഓ ഇത് ഇങ്ങനെയാ. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കരയും. അങ്ങനെയൊക്കെയാണ്. അതെ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയാറുണ്ട്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവൻ എപ്പോഴും പറയും, നിനക്ക് നല്ലൊരു പണി കിട്ടുമ്പോഴേ നീ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ നീ വിചാരിക്കും നിന്നെ പോലെ തന്നെയാണ് നിന്റെ അടുത്ത് വരുന്ന ആളും അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന ആളും എക്സാക്ട് നിന്നെ പോലെയാണെന്നാ നീ വിചാരിക്കും. പക്ഷെ പണി കിട്ടുമ്പോഴാണ് ഇങ്ങനെ അല്ല അല്ലേ. അപ്പൊ എനിക്ക് പണി കിട്ടി തന്നെയാണ് ഞാൻ മനസ്സിലാക്കാറ്. ഒരുപാട് പഠിച്ചോ? കുറച്ചൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ 3 വർഷം 4 വർഷമൊക്കെ കൂടെ നടന്ന ഒരു ഫ്രണ്ട് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് സംതിങ് പ്രോബ്ലം ആണ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? ഫ്രണ്ട് സർക്കിളിൽ എനിക്ക് അധികം ഇല്ല. കാരണം പണ്ട് മുതലേ ഉള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എന്റെ കൂടെ ഉള്ളത്. പിന്നെ ഇൻ ബിറ്റ്വീൻ നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടുമ്പം അത് ആ രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അങ്ങനെ പൊതുവെ പോവാറുമില്ല. ഉള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഡെയിലി ഹായ് ഹലോ എന്തെന്ന് കഴിച്ചോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും വൺസ് ഇൻ എ വൈൽ സുഖാണോ എന്ന് ചോദിക്കാനുള്ള ഒരു ബന്ധം അവിടെ കീപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കാറ്. എന്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം അങ്ങനെയാ. അപ്പം കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഡെയിലി കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഗ്രൂപ്പിലും ഞാൻ ആക്റ്റീവ് ആവില്ല. ഇപ്പൊ നമുക്ക് സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷെ അതിലിവരിങ്ങനെ ഓക്കെ നമുക്ക് ഇന്ന സമയത്ത് ഗെറ്റ് ടുഗദർ, ഞാൻ അതിലൊന്നും ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ വേറെ ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് എനിക്ക് അതില് ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. എന്നിട്ട് ഇവര് ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യും, നീ എന്താ ഗ്രൂപ്പിൽ വരാത്തത്? ഞാനുണ്ട്, ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ നോക്കാറില്ല.
ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് വായന എനിക്ക് ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, പിന്നെ ഇതേപോലെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. യാത്രകളൊക്കെ പോകുമ്പോൾ കാണുന്ന പൂക്കളൊക്കെ ചെടികളൊക്കെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ശീലമാണ്. എനിക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഒക്കെ കാണുമ്പോൾ പറിച്ചാൽ കൊള്ളും. ഞാൻ ചുറ്റും നോക്കും, അവിടെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പറിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ആർക്കും വലിയ ബുദ്ധിമുട്ട് വരുത്താത്ത കാര്യമാണല്ലോ. അടിച്ചു മാറ്റുന്നല്ല, അല്ല ലിറ്ററലി പറയുമ്പോ അങ്ങനെ പറയെങ്കിലും അങ്ങനെയല്ല. നമ്മുടെ സ്കില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് അപ്പൊ നമുക്ക് കരിയറിൽ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള സാധ്യതയായിരിക്കും അവിടെ ബ്ലോക്ക് ആവുന്നത്. അങ്ങനെ വരുന്ന ആളുകളോട് നമുക്ക് ദേഷ്യം, വെറുപ്പ്, അങ്ങനെ പക, പ്രതികാര ചിന്ത അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എങ്ങനെ അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റും? എന്റെ ഫീൽഡ് സിനിമയാണല്ലോ. സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാവുമ്പം നമുക്ക് ഇതിൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ പൊളിറ്റിക്സ് നന്നായിട്ടുള്ളൊരു ഫീൽഡും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. നമ്മളെ ഒരാൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞ പോലെ നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ 100 ആൾക്കാർ ആ ചാൻസിന് വേണ്ടിയിട്ടുണ്ടാവും. അതിൽ ഒരാൾക്കായിരിക്കും ആ ചാൻസ് കിട്ടുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചു പോകുന്ന ഒരു സംഭവമായിരിക്കും, നമ്മൾ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും. പക്ഷെ ഫൈനലി എന്തെങ്കിലും ഒരു തിരിമറി അവിടെ നടന്നിട്ട് വേറൊരാൾക്ക് അത് പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു സങ്കടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല കളികളും ഈ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് പല സമയത്തും സങ്കടം വരും, വിഷമം വരും. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മളെയും പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് റെഫർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു മാനദണ്ഡം ഒരു നമ്മുടെ കഴിവായിട്ട് വെക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറെ ഓഡിഷൻസ് നടക്കുമല്ലോ, നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യും. പക്ഷെ അതും എനിക്ക് അത്രയും ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടില്ല. മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കുറെ ഒരു 100-500 പേരെ ഒരു ഓഡിഷന് വിളിക്കും. ചിലപ്പോൾ അവർ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്, മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ഓഡിഷൻ വെക്കുന്ന ആവാം. പക്ഷെ അത്രയും പേര് അവരുടെ ടൈമും എഫേർട്ടൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒന്നും അല്ലാണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ കുറെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് ഒന്നും കിട്ടാതെ ആകുമ്പോഴും ഭയങ്കര സങ്കടവും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാം. കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവര് ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗം മാത്രമായിട്ട് ഒരു ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് പിന്നെ ഒന്നുമില്ലാണ്ട് ഇത്രയും വന്ന ആൾക്കാരുടെ ടൈം, എനർജി എല്ലാം അവിടെ വേസ്റ്റ് ആവാണ്. കൂടാണ്ട് ഇതിന്റെ സങ്കടവും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ നെഗറ്റീവ് ഫാക്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊരു നെഗറ്റിവിറ്റി വന്നു, ഒരു വിഷമം വന്നു, പിന്നെ അത് ഓവർകം ചെയ്യാൻ എത്ര ദിവസം ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അത്രയും ഡേയ്സ് കൂടുതൽ എടുക്കും, കുറവാണെങ്കിൽ അത്രയും കുറവായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു വിഷമം മറന്നു പോകാൻ പറ്റുന്ന, പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതിയല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അത്രയും ആഴ്ന്നു പോയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും റിക്കവർ ആവാൻ. അങ്ങനെ നല്ല ചിന്തകളെ രൂപപ്പെടുത്താൻ വേണ്ടി വേദപുസ്തകങ്ങളൊക്കെ വായിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല താല്പര്യമുണ്ട് അതൊക്കെ വായിച്ചാൽ കൊള്ളാന്ന്. സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതിലേക്ക് എന്റെ മൈൻഡ് ഒന്നും ഓക്കെ ആയിട്ടില്ല. ഇതിന് വേണ്ടി സമയം മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓവറോൾ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ബേസിക്കലി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുണ്ട്. പിന്നെ വായന നല്ല ശീലം തന്നെയാണ്. അപ്പൊ എനിക്കത് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടി വായിക്കണം, കുറച്ചുകൂടി അറിവ് കിട്ടണം. പിന്നെ നല്ല നല്ല മൂവീസ് കാണണം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഈ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവല്ലോ, അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പണ്ട്. അതുപോലെ ഉപന്യാസം. പിന്നെ നമുക്കിപ്പോ ഒരു സബ്ജക്റ്റ് ഒക്കെ തരികയാണെങ്കിൽ എനിക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് എന്റേതായ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇഷ്ടം. പക്ഷെ ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും എഴുത്താണെങ്കിലും ഒന്നും ഇല്ല. ഇപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ ഞാൻ പോയിട്ട് വരാം കേട്ടോ, എവിടെ നമ്മളെ പോണേ, ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വരാം, അടുത്ത ദിവസം അമ്മ ഞാൻ പുറത്ത് പോയിട്ട് വരാം, എവിടെയാ നമ്മളെ പോണേ, ഇന്നൊരു കോമ്പറ്റീഷൻ ഉപന്യാസ മത്സരം ഉണ്ടമ്മ. അങ്ങനെ ആഴ്ചയിൽ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് പോകും, ഡിഫറെന്റ് പ്രോഗ്രാംസ്. ഞാൻ വളർന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ബാലഗോകുലം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് എന്റെ ബേസ്. അപ്പൊ നമുക്ക് അത് ത്രൂ തന്നെ കുറെ കോമ്പറ്റീഷൻസിന്, ഇപ്പം ജ്ഞാനപ്പാന, അതുപോലെ പ്രശ്നോത്തരി, രാമായണ പാരായണം, ഇതിനൊക്കെ നമ്മളെ കോമ്പറ്റീഷന് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എല്ലാത്തിനും പ്രൈസും കിട്ടാറുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ രാമായണ പാരായണം
പഠിച്ചത്, ജ്ഞാനപ്പാന പഠിച്ചത്, പിന്നെ കുറച്ച് നമ്മുടെ മിത്തോളജി സംഭവങ്ങളൊക്കെ പഠിച്ചത് എന്റെ ബേസ് അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ സംഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൊളിറ്റിക്കൽ തോട്ട്സും കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇല്ലായിരുന്നു, പക്ഷെ റീസെന്റ് ആണ് എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഞാൻ ലിറ്ററലി 0 ആയിരുന്നു പൊളിറ്റിക്സിൽ. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ ഇന്ന പാർട്ടിയിലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കുറെ അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എക്സാക്ട് പൊളിറ്റിക്സ് എന്താണ്, എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. 2 ഡിഫറെന്റ് പാർട്ടീസ് ആണ്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റിൽ ഞാൻ 0 ആയിരുന്നു, എനിക്കൊന്നും പറയാനില്ല, പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നാ പിന്നെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് പഠിക്കണം. അങ്ങനെ പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പൊ കുറച്ച് റെഫർ ചെയ്യാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റും എന്തൊക്കെയാ നടക്കുന്നത് കാര്യങ്ങളൊക്കെ, ഞാൻ ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് സൈഡ് ഉള്ളത്, പിന്നെ മൊത്തത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് കുറച്ചൊരു അവയർനെസ് ഉണ്ട്. എന്താന്ന് വെച്ചാ ചെറുതായിട്ട് നല്ലതാണല്ലോ. കാരണം എഴുത്തിന്റെ മേഖല വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ഒബ്സർവേഷൻ ഉണ്ടാവും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതെ. എപ്പോഴും ഹാപ്പിയാണോ? അല്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് പറയണം? ലിറ്ററലി ഒരാൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു റോളർ കോസ്റ്റർ ആണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാനിപ്പോ ഈ ചിരിച്ചിരിക്കുന്ന പോലെ എനിക്ക് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിളേ അല്ല. പിന്നെ നമുക്ക് എല്ലാ ഫീലിങ്സും ഒക്കെ മാറി മാറി വരുമല്ലോ. ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും എന്നെ നെഗറ്റീവ് ആക്കുന്ന ഒരു ഇൻസിഡന്റ് വന്നാൽ ഒബ്വിയസ്ലി കരയേണ്ടതാണെങ്കിൽ ഞാൻ കരയും. കുറേ ദിവസം ചിലപ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഞാൻ ഡിപ്രഷൻ മൂഡിൽ ഇരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും ഓക്കെ ഇതിന്ന് റിക്കവർ ആയിട്ട് ഈ ഹാപ്പിനെസ് മൂഡിലേക്ക് വരണം എന്ന് ഞാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതിന് കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഹാപ്പി ആക്കി വെക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ ഡിപ്രഷൻ ഒക്കെ വരും. ചിലപ്പോ എന്നെ സംബന്ധിച്ച് അത് ചെറിയ കാര്യമായിരിക്കും, മറ്റുള്ളവർക്ക് വലുതായിരിക്കും. ചിലപ്പം മറ്റുള്ളവർക്ക് വലുതായിരിക്കും, എന്നെ സംബന്ധിച്ച് ചെറുതായിരിക്കും. അങ്ങനെ അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ടിപ്പില്ല. അങ്ങനെ എപ്പോഴും സന്തോഷത്തോട് കൂടിയിരിക്കാം. ഞാൻ ചേട്ടനോട് ചോദിക്കാം, ചേട്ടന് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അല്ല, പറ്റാറുണ്ടോ? എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറ്റാറില്ലാത്തോണ്ടാണ് ടിപ്പ് ചോദിച്ചത്. എനിക്ക് പറ്റാറില്ല. ഇല്ല. ഷാമിലയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം നഷ്ടമായി തോന്നി, അല്ലെങ്കിൽ ഇത്ര വർഷം എനിക്ക് നഷ്ടമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. 2015 to 2021 അതാണ് ഒളിവ് കാലം. ആ ഒരു സമയം എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിചാരിക്കുന്ന പൊസിഷനിലൊക്കെ എത്തിപ്പെടാൻ പറ്റുമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ ഇപ്പോഴും അതോർത്തിട്ടുള്ള വിഷമം തോന്നാറ്, റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് നമ്മൾ അത് ആലോചിച്ചിരുന്ന് കുറെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനെ റിക്കവർ ചെയ്ത് നമ്മൾ ഫേസ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. നമ്മുടേതായിട്ടുള്ള കാരണം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ, യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ്. നാച്ചുറലി അതിന് പോസിറ്റീവായിട്ട് കണ്ട് മുമ്പോട്ട് പോകുന്നു. അതെ. റീസെന്റ് ഏതെങ്കിലും സിനിമയ്ക്കുള്ള കോൾ വന്നിട്ടുണ്ട്? റീസെന്റ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ചിലപ്പം ജൂലൈയിൽ ഒന്ന് സ്റ്റാർട്ട് ആവും. ഇപ്പൊ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല, സിനിമയാണല്ലോ. നമുക്കത് ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ആവുമ്പോഴേ നമുക്കായി അല്ലെങ്കിൽ നമ്മൾ അതിലുണ്ട് എന്ന് പറയാൻ പറ്റും. എന്നാലൊരു രണ്ടാം വരവ്, തിരിച്ചു വരവ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ. ഈ ബ്ലൈൻഡ് ലവ് എന്നുള്ള റീല് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ വന്നു. ഷാമിലി വീണ്ടും ആക്റ്റീവായിട്ട് ഫ്രെയിമിലേക്ക് ഫീൽ വന്നു. അങ്ങനെ ഉള്ളിൽ തോന്നാറുണ്ട്. പ്രതീക്ഷ എന്നുണ്ട്, ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. സോ പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ ഒരു മോട്ടീവ് ഇല്ല, ഒന്നും ഇല്ലല്ലോ. പിന്നെ പ്രതീക്ഷ അന്നും ഉണ്ടല്ലോ, അന്നത്തെ പ്രതീക്ഷ അല്ലല്ലോ ഇന്ന്. നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിച്ചു, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടായി, പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം നമുക്ക് തിരിച്ചറിയുന്ന സമയത്തിലേക്ക് എത്തി. അപ്പൊ അന്നത്തെ പ്രതീക്ഷയാണോ ഇന്ന്? കുറെ കൂടെ ഒരു ഉറപ്പുള്ള സാഹചര്യത്തിലാണ്. പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ഇഷ്ടമാണ്, പിന്നെ ഇളയരാജ ഇഷ്ടമാണ്, പിന്നെ ഹാരിസ് ജയരാജ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നല്ല സോങ്സ്, അതായത് ഇപ്പം ചിലപ്പം മെലഡി ടൈപ്പ് ഒക്കെ നമ്മള്
നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും ഓരോ പാട്ട്. എന്നാലും വിദ്യാസാഗർജിയുടെ ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? അതില് ശ്രീദാസൻ പറഞ്ഞല്ലോ ധാരാളം ഉണ്ടല്ലോ. അതെ അതെ, ധാരാളം ഉണ്ടല്ലോ. അതിൽ ഞാൻ ഏത് ചൂസ് ചെയ്യും? എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. എനിക്ക് രാത്രിയൊക്കെ ഇങ്ങനെ ഉറങ്ങുമ്പോ കേൾക്കാൻ ഈ ഒരു പാട്ട്, നമ്മുടെ ഏതോ നിദ്രതൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ പാട്ടിന്. നമ്മൾ എവിടേക്കോ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലൊക്കെ തോന്നുന്നു. പാട്ട് പാടിക്കൊണ്ട് കിടക്കും, അതോ പാട്ട് കേട്ടോണ്ട് കിടക്കും? കേൾക്കാറാണ് പതിവ്. ഞാനൊരു ബാത്റൂം സിംഗർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പബ്ലിക്കലി ഞാൻ പാട്ട് പാടുന്നു പറയാൻ പറ്റില്ല. കാരണം കേൾക്കുന്നവരത് അക്സെപ്റ്റ് ചെയ്യണല്ലോ. അതെ, നമുക്ക് തിരിച്ചു വരല് ബാത്റൂം സിംഗർ എന്നുള്ളത് സ്റ്റുഡിയോ സിംഗർ ഡൈവേർട്ട് ചെയ്തല്ല. ഡൈവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതോ ചേട്ടൻ പാട്ട് പാടും? ഞാനും ബാത്റൂം സിംഗറാണ്. പാടില്ല, പുറത്തൊന്നും പാടില്ല. പാടില്ല. രണ്ടുപേര് ഏതോ നിദ്രതല്ലേ പറഞ്ഞത്? നിദ്രതൻ അല്ലേ? ശ്യാമിൽ രണ്ടുപേര് പാടും. അയ്യോ, ചേട്ടൻ പാടും, പക്ഷെ ഞാൻ പാടില്ല. വേറൊരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവില്ല. അതും എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അത് നല്ലത് വിദ്യാജിയുടെ പാട്ട്. പിന്നെയും ആരോഗ്യനാവിന്റെ ഇഷ്ടമുള്ള പാട്ടല്ലേ? രണ്ടുപേര് പാടും. പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് പാടും. ഞാൻ പാടാം, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ. പാടുപെടില്ല, പാടിക്കോളൂ. എനിക്ക് അറിയുന്ന കുറച്ച് ഒരു 2 ലൈൻസ് ഞാൻ പാടാം. ബേസിക്കലി ഞാൻ സിംഗർ അല്ല, എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പാടുന്നത്. വാൽമുകിലേ വാനിൽ നീ വന്നു നിന്നാകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി ഒഴുകി. സൂപ്പർ സൂപ്പർ. നല്ല വോയിസ് ആണ് ശ്യാമിനുടെ. പാട്ട് പാടാം, ഡബ് ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ആഡ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ മൂവിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെന്നുണ്ട്. ഡബിംഗ് മാത്രമായിട്ടൊന്നും ഫോക്കസ് ചെയ്തു? ഡബിംഗ് മാത്രമായിട്ട് ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെ സ്കിൽസ് ആണുള്ളത്? പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഡാൻസറാണ്, എഴുത്തുകാരിയാണ്, എല്ലാം കുറച്ച്. പണ്ട് അമ്മ പറയായിരുന്നു, നീ ഏതിലെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, അത് കുറച്ച് പഠിക്കും, ഇത് കുറച്ച് പഠിക്കും, ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവും. ഒന്നുമല്ല. അതാണ് ബേസിക്കലി. എന്നാലും വീട്ടുകാർക്ക് ഇപ്പം അമ്മയ്ക്ക് ഗവൺമെന്റ് ജോബ് ആയിരുന്നു ആഗ്രഹം. ഇതല്ലാതെ വേറെന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? എനിക്ക് അൾട്ടിമേറ്റ്ലി ആക്ടിങ് തന്നെയാണ്. ഇപ്പം ആക്ടിങ്ങിൽ ഒരാളെ പറയുകയാണെങ്കിൽ എനിക്ക് റോൾ മോഡൽ പറയാനൊക്കെ പറ്റും. അല്ലാണ്ട് എനിക്ക് റെസ്പെക്ട് തോന്നിയ വ്യക്തിത്വം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററോടൊക്കെ എനിക്ക് എപ്പോഴും ഒരു റെസ്പെക്ട്. പുള്ളീൻ്റെ ഒക്കെ ഒരു കരീഷ്മ, അത് ഇപ്പം എല്ലാ ലോകരാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യ മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ഹിം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പവർ, അതുപോലെ ഒരു കാലിബർ ഒക്കെ കിട്ടുകയാണെങ്കിൽ ബെറ്റർ. അങ്ങനെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ആരാധനയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ തോട്ട്സ് ഉണ്ടോ? ചെറുതായിട്ട്. ഇനി അങ്ങോട്ട് എഴുത്തിന്റെ മേഖല ശ്രദ്ധിക്കാൻ ആഗ്രഹം? എഴുത്തിന്റെ മേഖല ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ നന്നായിട്ട് വായിക്കണം. കുറച്ചുകൂടി വായന എലാബറേറ്റ് ചെയ്യണം. നന്നായിട്ട് വായിച്ചിട്ട് ഒരു പോയിന്റിൽ എനിക്ക് തോന്നുമല്ലോ ഐ ക്യാൻ റൈറ്റ് എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ എഴുതണം. സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിക്കുന്ന ശീലങ്ങളൊന്നുമില്ല? ഇല്ല, പൊതുവെ ഞാനൊരു മടിച്ചിയാണ്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാൻ എനിക്ക് ഇത്തിരി മടിയാണ്. അപ്പം പിന്നെ എഴുത്തും നിർത്തിയിട്ട് കുറച്ചായി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സത്യത്തിൽ എനിക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, താങ്കൾ ഒരു മടിച്ചിയാണല്ലേ? പിന്നെ നെഗറ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടത്. ഞാൻ റീലിൽ കണ്ടായിരുന്നു, രാവിലെ എണീക്കുന്നു ഇങ്ങനെ സാധനം കണ്ടായിരുന്നു. എനിക്ക് തോന്നി മിക്കവാറും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കിടന്നോണ്ട്, ദൈവമേ ഇന്നൊരു സിനിമ തരണേ, അങ്ങനെ കിടന്നോണ്ട് പ്രാർത്ഥിക്കുന്ന അത്രയും മടിച്ചാന്നൊരു ഫീല് വന്നായിരുന്നു. പക്ഷേ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ മടിച്ചില്ല കേട്ടോ. വർക്കിന് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ആക്ടിങ് തന്നെയാണെങ്കിലും നമുക്കൊരു ഇന്ന ടൈം സ്കെഡ്യൂൾ ഇല്ല. ഇപ്പൊ ഒരു 9 to 5 ജോബ് ആണെങ്കിൽ നമുക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം എന്ന് പറയാൻ പറ്റും. ഇതിൽ അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും. അതിലൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു മടിയില്ല. പക്ഷെ ലിറ്ററലി വീട്ടിലിരിക്കുമ്പം കുറച്ച് മടിയാ. 7 മണിക്കാണ് എണീക്കുന്നത്. 7 മണി ചിലപ്പോ ഡിപ്പെൻസ് ആട്ടോ. ചിലപ്പം അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ചിലപ്പോ 8 മണി വരെ ഉറങ്ങും, ചിലപ്പോ 9 വരെ ഉറങ്ങും. രാവിലെ ഒരു പുലർച്ചെ എഴുന്നേറ്റിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തൂടെ? ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നത്. കൊള്ളാലോ, നൈസ് ഐഡിയ ആണ്. പക്ഷെ 5 മണിക്ക് എണീക്കണം.
പ്രാക്ടീസ് ചെയ്യണം, മടിമാറ്റണം. യെസ്, ഇതൊക്കെ വലിയ ഫാക്ട്സ് ആണ്. സോ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിഷ്വൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം മോഡലിംഗ് ആണോ ആക്ടിംഗ് ആണോ? ആക്ടിംഗ് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഇപ്പം ആങ്കറിംഗ് ആണെങ്കിലും പിന്നെ മോഡലിംഗ്. അങ്ങനെ ഈ ആക്ടിംഗ് മേഖലയിൽ നടിമാര് തന്നെ എന്നും നിലനിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് ഡാൻസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിംഗ് മാത്രമായിട്ട് പോകുന്ന ആളുകളായിരിക്കും. അവർ ആ നിലനിൽപ്പിന് വേണ്ടി എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു. കൺസിസ്റ്റൻസി. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്നു പോവാ. നമുക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം. അപ്പൊ ഇപ്പൊ വേറെ ആരും നമുക്ക് ചാൻസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് സിനിമയിലുണ്ടല്ലോ. അതിന് കാരണം അവർ തന്നെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റീവായിട്ട് അവർ വർക്ക് ചെയ്യാണ്. അപ്പൊ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഇന്ന ആള് കൊള്ളാലോ, നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നോക്കിയാണ്, നമ്മുടെ ഇത് ചെയ്യാൻ നോക്കിയാന്ന് തോന്നും. അപ്പൊ നമുക്കിനിപ്പോ വേറൊരാൾ വിളിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഫോൺ, നമുക്ക് തന്നെ ചെയ്യാം. സോഷ്യൽ മീഡിയ ആക്റ്റീവായ കാലഘട്ടത്തിലാണ്. അതിന് മുൻപ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, കുറവാണ്. നിലനിന്നിട്ടുള്ള നടീനടന്മാര് മേഖലയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവര് സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ശോഭന അന്നും ഇന്നും ലൈവാണ്. എനിക്ക് തോന്നുന്നു അവര് ഡാൻസ് ഒരു ഉപാസനയായിട്ട് എടുത്തുകൊണ്ടായിരിക്കാം അവരെപ്പോഴും ലൈവായിട്ട് നിൽക്കും. ആശാ ശരത്തിനെ പോലുള്ള ഡാൻസേഴ്സ് ഒക്കെ അവരത് ഡാൻസ് ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പൊ അവര് എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഡാൻസറായിട്ട് മടിച്ചിയായി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഭഗവാനെ സിനിമ തരണേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് മസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ബോഡീനെ എത്ര ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുമോ അത്രയും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കല തന്നെയാണ് ഈ ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ അത് എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലത്. അതിപ്പോ നമുക്ക് സിനിമയ്ക്കാണെങ്കിലും ഉപകാരമാണ്, ഒരു ക്യാരക്ടറായിട്ട് ഡൈവേർട്ട് ആവാനാണെങ്കിലൊക്കെ ഉപകാരമാണ് ഡാൻസ്. പക്ഷെ ഞാനിത് കുറച്ച് വർഷമായിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ മൈൻഡില് സിനിമ അല്ലെങ്കിൽ വേറെ എങ്ങനെ ഉള്ളതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ആയതുകൊണ്ട് ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ട് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സൈഡായിട്ട് സിനിമയ്ക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെ, പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ആ ഭരതനാട്യം പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എപ്പോഴും ലൈവായിട്ട് നിൽക്കാനും. എനിക്ക് തോന്നുന്ന റീൽസിലൊന്നും ഡാൻസ് ഇല്ല. ഡാൻസ് ക്ലാസിക്കൽ ഡാൻസിന്റെ ഒന്നും റീൽസിലില്ല. അപ്പൊ താങ്കൾ എനിക്കൊന്ന് ഒരു 5 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ലേ അരങ്ങേറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്നും 6 വർഷം പിന്നെ അതിന്റെ ഒന്നും കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അത് ആക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും തോന്നുന്നു. ട്രൈ ചെയ്യണം. ഇനി ഡാൻസ് ഒന്നുകൂടി പൊടി തട്ടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ശ്യാമിലിയുടെ വീഡിയോസും മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം തോന്നിയൊരു കാര്യം, ഒരു ബഹുമുഖ പ്രതിഭയാണല്ലോ എന്നൊരു തോന്നൽ വന്നു. നമ്മളീ പറഞ്ഞത് കൂടാതെ ഏതൊക്കെ സ്കിൽസ് ആണുള്ളത്? അഭിനയമല്ലാതെ എനിക്ക് ഇപ്പം ആസ് ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്. ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഗ്രഹങ്ങളുണ്ട് ചെറുപ്പം പോലെ. ശ്യാമിലിയുടെ മൂവി കണ്ടപ്പം, ബേബി ശ്യാമിലിയുടെ മൂവി കണ്ടപ്പം അച്ഛാ എനിക്ക് ഇതുപോലെ നടിയാവണം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് താങ്കളുടെ രീതി വെച്ച് ഓരോ ക്ലാസ്സുകൾ എത്തുന്തോറും ഓരോ ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ കൂടെ വന്ന ഓരോ ആഗ്രഹങ്ങൾ പറയാം. സിനിമ അല്ലാണ്ട് ഇപ്പൊ ചെറുപ്പത്തില് സിനിമ കാണുമ്പോ എനിക്ക് ഇതുപോലെ ടിവിയിൽ വരണം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, കളക്ടർ ആവണം എന്ന് തോന്നിയിട്ടുണ്ട്, മന്ത്രി ആവണം എന്ന് തോന്നിയിട്ടുണ്ട്, പിന്നെന്താ അഡ്വക്കേറ്റ് ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. ആഗ്രഹിക്കാലോ നമുക്ക്. ഞാൻ ആഗ്രഹിക്കുമ്പോ എക്സ്ട്രീം ലെവൽ ആഗ്രഹിക്കും, അങ്ങനെ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വായനാശീലം വളർത്തുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ മേഖലയെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടും. സിനിമയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വേഷങ്ങളും ചെയ്യും. അതെ, അതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു, സിനിമയാണെങ്കിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ കളക്ടർ ആവാം, പോലീസ് ആവാം, അഡ്വക്കേറ്റ് ആവാം, എല്ലാം ആവാലോ, പൊളിറ്റീഷ്യൻ ആവാം. സിനിമ എല്ലാത്തിനും ഒരു ബെറ്റർ ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ നമുക്കൊരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളായിട്ട് തോന്നിയത് ആരെയാണ്? സംവിധായകനാകാം, നടനാകാം, ആരെയാണോ മനസ്സിൽ തോന്നിയിട്ടുള്ളത്? എനിക്ക് ഇപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് റോൾ മോഡൽ എന്ന് തോന്നിയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഉർവശിയാണ്, മോഹൻലാൽ. ഉർവശി മോഹൻലാൽ ജോഡി അത് ഭയങ്കര ഇഷ്ടമാണ്. ഏത് മൂവിയാണ്? മിഥുനം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ അതുപോലെ യോധ എനിക്ക് ഇഷ്ടമാണ്. അതില് എനിക്ക് ഉർവശീനെ മധുബാല ചെയ്ത ആ ക്യാരക്ടറിലേക്ക് കുറച്ചും കൂടി, ആ ഉർവശി ചെയ്ത ക്യാരക്ടർ നാട്ടിലുള്ള കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പൊ അതൊന്നും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ. ഉർവശി എനിക്ക് ഭയങ്കര ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ലാലേട്ടൻ. ഉർവശിയെ പോലെ ആക്കണം, അങ്ങനെ തോന്നുന്നു. ഉർവശിയെ പോലെ ആകണം എന്നല്ലെങ്കിലും ഞാൻ പറഞ്ഞ ഇപ്പോഴല്ല, യോധ ഇറങ്ങിയ സമയത്ത് എത്ര ഏജ് ഉണ്ടാവും? ഡ്യൂറിങ് സ്റ്റഡി ടൈം, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ടി വിയിൽ വന്നിട്ടായിരിക്കും മൂവി കണ്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഉർവശിയെ പോലെയാണ് എന്നങ്ങനെ കുഞ്ഞു മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചില ഇപ്പൊ നമ്മൾ ഓരോ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉർവശി ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ അഭിനയിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മഞ്ജുവാര്യരുടെ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ സമരൻ ബത്ലേ, അത് കാണുമ്പോൾ ലൈക്ക് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണം തോന്നിയിട്ടുണ്ട്. അച്ചുവിന്റെ അമ്മ കണ്ടപ്പം എനിക്ക് അതിലെ മീര ജാസ്മിന്റെ ക്യാരക്ടർ ചെയ്യണം തോന്നിയിട്ടുണ്ട്. കസ്തൂരിമാൻ കണ്ടപ്പോ എനിക്ക് അതിലെ മീര ജാസ്മിൻ, അങ്ങനെ ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മീൻസ് നമുക്ക് അഭിനയ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കും പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. ലാലേട്ടന്റെ എന്താ പറയാ, കുറേ പടങ്ങള് ഇപ്പൊ നമുക്ക് ഏതൊക്കെ എടുക്കണം എന്ന് അറിയില്ല, അത്രയും ഒരുപാട്. ഇപ്പം ചേട്ടച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പവിത്രം മൂവി, അതുപോലെ താളവട്ടം, അങ്ങനെ കുറെ പടങ്ങളുണ്ട്, എനിക്ക് അറിയില്ല അതെങ്ങനെയാണ്. സതയം, പിന്നെ വേറൊരു പടം കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ചെയ്തിട്ട് ഉള്ള ഉർവശിയും മോഹൻലാലും കൂടി ചെയ്തൊരു പടം ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ പേര് ഓർമ്മ വരുന്നില്ല. അഹം. അപ്പൊ അതിലൊക്കെ നമ്മളിങ്ങനെ ആക്ടിങ് കാണും, മോഹൻലാലിന്റെ ആക്ടിങ് കാണുമ്പോ ലിറ്ററലി നമ്മളിങ്ങനെ ഇരുന്ന് പോകും. എന്താ മൂപ്പര് ചെയ്യുന്ന നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. എന്താണ് അവരുടെ ആക്ടിങ് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കാനുള്ളത്? നമ്മളിപ്പം ആക്ടിങ് എന്ന് പറയുമ്പം ലാലേട്ടൻ പറയുന്ന പോലെ നമ്മുടെ വിരലും നഖം വരെ അഭിനയിക്കുകയാണെന്ന് പറയുന്നത് പോലെ നമ്മൾ അഭിനയിക്കുകയാണെന്ന് തോന്നരുത്. ലൈക്ക് ബിഹേവ് ചെയ്യുന്നതാണല്ലോ ആക്ടിങ്. എത്ര നാച്ചുറൽ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നോ അത്രയും ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ആക്ടിങ്. അപ്പൊ ലാലേട്ടനൊക്കെ നമുക്ക് കാണിച്ചിരുന്നത് അത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ആ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്നോ, എത്രത്തോളം നമ്മൾ ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്നോ അത്രയും സക്സസ്ഫുൾ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ആ ക്യാരക്ടർ. ഇമിറ്റേഷൻ ഉണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ സാരി കൊടുത്ത് അല്ലെങ്കിൽ അതുപോലെ കണ്ണൊക്കെ എഴുതി ലൈക്ക് അതുപോലെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു നോക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ അവരായിട്ട് ഉർവശിയായിട്ട് ചെയ്യുകയാണെന്നോ അതുപോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ഫീൽ ആയിട്ടില്ല. ഞാൻ ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ആക്ടിങ്, എന്റെ വേർഷൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്. സിനിമയിൽ, മലയാള സിനിമയിൽ ഏത് പരിധി വരെ എത്തണം അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ട്? എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടണം, നാഷണൽ അവാർഡ് കിട്ടണം, അല്ല എനിക്കിങ്ങനെ അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്ത് പോയാൽ മതി, അങ്ങനെ എന്താഗ്രഹമാണ്? നാഷണൽ അവാർഡ്. ഗുഡ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാക്സിമം എക്സ്ട്രീം ആഗ്രഹിക്കും. ഓൾ ദി ബെസ്റ്റ്. മലയാള സിനിമയിൽ അല്ല, ഇന്ത്യൻ